കോൺഗ്രസിൽ ഓരോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പിടിവലി ഇങ്ങനെ വളരെ വേഗം മുന്നേറുന്ന ഒരു സമയമാണ്. നമ്മളിത് മുഖ്യമന്ത്രി കസേരയിൽ കണ്ടു. ആദ്യം സ്ഥാനാർത്ഥികളെ ചൊല്ലിയായിരുന്നു, അതിനുശേഷം മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയായിരുന്നു, പിന്നീട് അങ്ങോട്ട് മന്ത്രിമാർക്ക് വേണ്ടിയിട്ടായി. ഇപ്പോൾ ഇതാ KPCC അധ്യക്ഷനെ കണ്ടെത്തുവാനുള്ള തമ്മിലടിയാണ് കോൺഗ്രസിൽ രൂക്ഷമായിരിക്കുന്നത്. പുതിയ KPCC അധ്യക്ഷനെ ഉടനെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാക്കി ഇന്നിപ്പോൾ ഇതാ മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു. പുതിയ KPCC DCC ഭാരവാഹികളെ കണ്ടെത്തുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് ഈ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. പുതിയ അധ്യക്ഷ പദവിയിൽ കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, അടൂർ പ്രകാശ്, VS ശിവകുമാർ എന്നിവരാണ് പ്രധാന പരിഗണനാ പട്ടികയിലുള്ളത്. പക്ഷേ നോക്കൂ, ഓരോ ദിവസം മുന്നേറും തോറും ഈ പട്ടികയുടെ നീളം ഇങ്ങനെ കൂടി വരുന്ന ഒരവസ്ഥ കൂടിയാണ്. അപ്പോൾ ഈ ഒരു KPCC അധ്യക്ഷന് വേണ്ടിയിട്ടുള്ള ഈ പിടിവലി എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്, ഈ പിടിവലിയിൽ ഏറ്റവും ശക്തരായ വിഭാഗം ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കുറച്ചധികം ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യുന്നതും ഈ വാർത്ത തന്നെയാണ്. നമുക്ക് തിരുവനന്തപുരത്ത് ദില്ലയിലേക്ക് പോകാം. ദില്ല തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ദില്ല, ഗുഡ് മോർണിംഗ്. അങ്ങനെ KPCC അധ്യക്ഷൻ ആര് എന്ന ചോദ്യം ഇങ്ങനൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ സാമുദായിക സമവാക്യം കൂടി നോക്കിയേ നേതാവിനെ തെരഞ്ഞെടുക്കാവൂ, ഈ സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കാവൂ എന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കളും എത്തിയിട്ടുണ്ട് രംഗത്ത്. എന്തായിരിക്കും നിലവിലത്തെ ഒരു സാഹചര്യം? എങ്ങനെ ഒരു സമവാക്യം രൂപപ്പെടുവാനാണ് സാധ്യത? വെരി ഗുഡ് മോർണിംഗ് സിന്ദൂരി. ഈ പറയുന്നത് പോലെ ആദ്യം മുഖ്യമന്ത്രി തർക്കമായിരുന്നു, പിന്നീട് മന്ത്രി തർക്കത്തിലേക്ക് വന്നു. ഇപ്പോഴിത് ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തർക്കമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോഴും ഒരു വ്യക്തത വന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 5-6 പേരുടെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, VS ശിവകുമാർ തുടങ്ങിയ ഒരു പ്രധാന MK രാഘവൻ തുടങ്ങിയിട്ടുള്ള പ്രധാന ആളുകളുടെ പേരുകളാണ് ഉള്ളത്. ഇപ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയായ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്നത്. മാത്രമല്ല ഈ KPCC അധ്യക്ഷ സ്ഥാനം മാത്രമല്ല, ഈ വർക്കിംഗ് പ്രസിഡന്റുമാർ PC വിഷ്ണുനാഥും AP അനിൽകുമാറും മന്ത്രിയായ സാഹചര്യത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരും, അതുപോലെ തന്നെ OJ ജനീഷ് മന്ത്രിയായ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ പരിഗണിക്കാനുള്ള ഒരു വലിയ കടമ്പയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലുള്ളത്. പക്ഷേ അപ്പോഴും വലിയ തർക്കമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കഴിഞ്ഞ തവണ ഈ K സുധാകരൻ മാറിയ ഒരു സാഹചര്യത്തിലായിരുന്നു സണ്ണി ജോസഫ് ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ സണ്ണി ജോസഫിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരാണ്. അതുകൊണ്ട് ഇത്തവണ എന്നെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് വരുന്നത്. പക്ഷേ ഈ പരമ്പരാഗത ജാതി സമവാക്യങ്ങൾ മുന്നിൽ വെക്കുകയാണെങ്കിൽ, അത് അല്ലെങ്കിൽ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് ആ ഒരു സ്ഥാനം, ആ ഒരു കടമ്പ കടക്കാനുള്ള ഒരു ഭാഗ്യമില്ലാതെ വരുമെന്ന് തന്നെ മനസ്സിലാക്കാം. മറ്റൊന്നുള്ളത് ആന്റണിയാണ്. ആന്റണിയും പറയുന്നത് ഒരേ കാര്യമാണ്. കഴിഞ്ഞ തവണ സണ്ണി ജോസഫിനൊപ്പം പരിഗണിച്ചിരുന്ന, ഏറ്റവും ഒടുവിലായി പരിഗണിച്ചിരുന്ന ഒരു പേരായിരുന്നു തൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സണ്ണി ജോസഫ് ഒഴിഞ്ഞ ഒരു അധ്യക്ഷ പദവിയിലേക്ക് തന്നെ പരിഗണിക്കണമെന്ന് തന്നെയാണ് ആന്റണി ഇത്തവണ പറയുന്നത്. അത്തരത്തിൽ ഓരോരുത്തർക്കും, ഓരോ നേതാക്കന്മാർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്രൂപ്പ് വലിയ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ MK രാഘവൻ പേരാണ്. പലതരത്തിൽ നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനം കയ്യിൽ നിന്ന് പോയപ്പോൾ ആഭ്യന്തരം ഉറപ്പിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ KPCCയിലും തൻ്റെ ഒരു പ്രഥമ താൻ തന്നെ എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ MK രാഘവന്റെ പേരാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചത് ഈ VS ശിവകുമാർ തുടങ്ങിയവരുടെ പേരാണ്. അത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പന്ത് വന്ന് നിൽക്കുന്നത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം VD സതീശൻ ഡൽഹിയിലേക്ക് പോയിരുന്നു. ഒരുപക്ഷെ അത് സൗഹൃദ കൂടിക്കാഴ്ച എന്നൊക്കെ പറയുമെങ്കിലും അതിൽ കൃത്യമായി ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനം ഒരാഴ്ച പിന്നിട്ടു. KPCCയിൽ ഈ ഒരു സത്യപ്രതിജ്ഞയെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെല്ലാം തീരുമാനിച്ച് മന്ത്രിമാരിലൊക്കെ ഒരു തീരുമാനമായി ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു. അപ്പോൾ ഇനിയും KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നാഥനില്ല കളരിയായി KPCC ആസ്ഥാനം മാറുന്നു എന്നുള്ള ഒരു രീതിയിൽ
വരുന്നുണ്ട്. പക്ഷേ ഇത്രയധികം തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ആരെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കും, ഏത് ജാതി സമവാക്യം നോക്കി KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കും എന്നുള്ളത് വലിയ തരത്തിലുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വരുന്ന വലിയ തരത്തിലുള്ള ഒരു പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പന്ത് വീണ്ടും ഹൈക്കമാൻഡിൻ്റെ ഒരു കോർട്ടിലേക്ക് പോകുന്നൊരു സാഹചര്യമുള്ളത്. അത്തരത്തിലാണെങ്കിൽ ഇത് KC വേണുഗോപാലിൻ്റെ തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പറയുന്നത് പോലെ മന്ത്രിമാരിൽ ഉൾപ്പെടെ തൻ്റെ പക്ഷത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇനി KPCC അധ്യക്ഷൻ കൂടെ തൻ്റെ പക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവനായി KC വേണുഗോപാലിൻ്റെ കിട്ടാത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് ബദലായി KPCC അധ്യക്ഷ സ്ഥാനവും ഏറ്റവും കൂടുതൽ മന്ത്രിമാരുമുള്ള ഒരാളായി, തൻ്റെ പക്ഷക്കാരുള്ള ഒരാളായി KC വേണുഗോപാൽ മാറുന്ന ഒരു കാഴ്ച കാണാം. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് ഒരു 2 ആഴ്ചയെങ്കിലും കഴിയാതെ ഇതിലൊരു തീരുമാനം വേണ്ട എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ. കാരണം ജനങ്ങൾ, K മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നുണ്ട്, ജനങ്ങൾ വിചാരിക്കും നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ട്, ജനങ്ങളുടെ വാക്കുകൊണ്ട് ഒന്നും പറയിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം മുതൽ തന്നെ K മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഹൈക്കമാൻഡും എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരും KPCC അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും അടക്കം വലിയ തരത്തിലുള്ള ഒരു പിടിവലി ആ ഒരു സ്ഥാനത്തേക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു തീരുമാനമാകാൻ വേണ്ടി ഇനിയും ഒരു 2 ആഴ്ചയെങ്കിലും പിടിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തീരുമാനവും അത് തന്നെ ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. സിന്ദൂരി, ദില്ല, ഈ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത്. ഇന്നലെ ഉയർന്നു കേട്ട ഒരു വാദം എന്ന് പറയുന്നത്, അതായത് യുവജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക, 50 വയസ്സിലുള്ള, അതായത് മാക്സിമം പ്രായപരിധി 50 വയസ്സാക്കുക. ഈ ഒരു സമയത്ത് പോലും സംഘടനാ തലത്തിൽ ഓടി നടന്ന് സംഘടനയെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു നേതൃത്വമാണ് വേണ്ടത്. അതുകൊണ്ട് പ്രായപരിധി കൊണ്ടുവരണം, യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്ന തരത്തിലുള്ള ഒരു സമവാക്യം ഇന്നലെ രൂപപ്പെട്ടിരുന്നു. അതിങ്ങനെ ഉയർന്നു വന്ന സമയത്താണ് ഇപ്പോൾ ഇതാ വീണ്ടും അതിലെ ഒരു മാറ്റം വരുന്നു. സാമുദായിക സമവാക്യം കൊണ്ടുവരണം, പ്രത്യേകിച്ചും ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ അങ്ങനൊരു സാമുദായിക സമവാക്യം കൊണ്ടുവന്ന് വേണം ഇത്തരത്തിൽ KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ. അതായത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് ദില്ല പറഞ്ഞതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്കുള്ളത്. ഇവിടെ യുവജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏതാണ്ട് ഈ സാമുദായിക സമവാക്യം വന്നപ്പോൾ ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും, അല്ലേ? തീർച്ചയായും സിന്ദൂരി, ഈ പറയുന്നത് പോലെ യുവജനങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രശ്നം പിടിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി പരിഗണിക്കപ്പെടണം എന്ന് പറഞ്ഞ് നിരന്തരം വരുമ്പോൾ ഇനിയൊരു യുവാവിനെ അല്ലെങ്കിൽ ഒരു യുവജന പ്രതിനിധിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമാകാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്, ചാണ്ടി ഉമ്മനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള A ഗ്രൂപ്പ് പറയുന്നത് ജാതി സമവാക്യം നോക്കി കൊണ്ടുവരണം, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജാതി സമവാക്യം നോക്കി ഒരാളെ പരിഗണിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ KPCC ഉള്ളിൽ, കോൺഗ്രസിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അത്തരത്തിൽ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഒരു ദിവസം യുവജനങ്ങളെ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസം ജാതി സമവാക്യവുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിൽ തന്നെ വേണം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളുകളെ പരിഗണിക്കാൻ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്ത് എത്തിയപ്പോൾ അത്രത്തോളം തന്നെ പരിഗണിച്ച ഒരു പേരായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം, അതായത് ഒരു ഇലക്ഷൻ വരുന്നു, ആ ഇലക്ഷനിൽ സണ്ണി ജോസഫ് മന്ത്രിയാകുന്നു, അങ്ങനെ ആ ഒരു സ്ഥാനത്തെ
സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ അതേ ആളുടെ കൂടെ പരിഗണിച്ച കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വാദം എന്ന് പറഞ്ഞാൽ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ ഈ ജാതി സമവാക്യം നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷിന് പരമ്പരാഗത ജാതി സമവാക്യങ്ങൾ വരുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് തൻ്റെ സ്ഥാനം ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു പരിഗണന മാറിപ്പോകുമോ എന്നുള്ളതെല്ലാം തന്നെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആന്റണിയോ അടൂർ പ്രകാശോ ഒക്കെ ചിലപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും അതിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കാണ് പിടിവലി കൂടുന്നത് എങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരിക്കും പിടിവലി കൂടുക എന്നുള്ളതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഓരോ ദിവസം വരുമ്പോഴും ഓരോ സ്ഥാനത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കീഴിൽ ഓരോരുത്തരും വരുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് ഏറ്റവും മുകൾ മുതൽ ഏറ്റവും അടിത്തട്ട് വരെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം മുതൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിലാണ് വരുന്നത്. അത് ഇനി നാളെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറിനും അതുപോലെ തന്നെ രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ആ ഒരു ഒഴിവ് ഫില്ല് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയും അതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു വരിയുമായി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒടുങ്ങാത്ത പ്രശ്നം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നത്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ തരത്തിലുള്ള പിടിവലികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് തന്നെയായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പന്ത് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്, അതായത് KC വേണുഗോപാലിന്റെ കോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെ വരും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. സിന്ദൂരി, ശരി.